ഹലോ 10 PSC questions in 10 minutes പാർട്ട് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇമെക്കിൻ്റെ 28 നവംബറിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ദി കറണ്ട് ത്രൂ ദി SCR can be turned off only by reducing the load current below holding current, only by removing gate current, by reducing the forward breakover voltage, by reducing the forward blocking voltage. ഇതിലേതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ട് ത്രൂ ദി SCR ഉണ്ടല്ലോ, നമുക്ക് ആകെ ഓഫ് ചെയ്യാൻ പറ്റുന്നത്, SCR ഓഫ് ചെയ്യാൻ പറ്റുന്നത് ഹോൾഡിംഗ് കറണ്ടിൻ്റെ താഴേക്ക് കറണ്ടിനെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് കറണ്ട്, ലാച്ചിങ് കറണ്ട് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഹോൾഡിംഗ് കറണ്ടും ലാച്ചിങ് കറണ്ടും എന്താണെന്നൊന്ന് നോക്കാം. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാച്ചിങ് കറണ്ടിനേക്കാളും ചെറിയ ഒരു കറണ്ടാണ്. കണ്ടോ, ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാച്ചിങ് കറണ്ടിനേക്കാളും ചെറിയൊരു കറണ്ടാണ്. അപ്പോൾ എപ്പോഴും ഓർത്തു വയ്ക്കുക, IL ഈസ് ഗ്രേറ്റർ ദാൻ IH ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ? എങ്ങനെ ഓർത്തു വയ്ക്കാൻ പറ്റുക? ഒരു മെത്തേഡ് പറഞ്ഞിട്ട് H കഴിഞ്ഞിട്ട് HIJK കഴിഞ്ഞിട്ടല്ലേ L വരുന്നത്. അപ്പോൾ L ഇത്രയും കൂടെ വലിയൊരാളല്ലേ Hനേക്കാളും. അപ്പോൾ അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക, ലാച്ചിങ് കറണ്ട് ഈസ് 2 to 3 times ഓഫ് ഹോൾഡിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ലാച്ചിങ് കറണ്ട് വലുതാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ലാച്ചിങ് കറണ്ട് വലുതല്ലേ, അപ്പോൾ അത് ഓണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹോൾഡിംഗ് കറണ്ട് ചെറുതല്ലേ, അത് ഓഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർത്ത് മനസ്സിലാക്കി വെക്കുക. ദ ടെർമിനൽസ് ഓഫ് ട്രയാക്ക്, ട്രയാക്കിൻ്റെ ടെർമിനൽസ് ഏതൊക്കെയാണെന്ന്: ആനോഡ് കാഥോഡ് ഗേറ്റ്, എമിറ്റർ ബേസ് 1 ബേസ് 2, മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2 ഗേറ്റ്. ആക്ച്വലി ഇതാണ് ആൻസർ, ഗേറ്റ്, എമിറ്റർ, കളക്ടർ. ഇതിൽ ബാക്കി ഓരോന്നും സത്യം പറഞ്ഞാൽ ഓരോന്നിൻ്റെ ടെർമിനൽസ് ആണ്. നമുക്ക് നോക്കാം അല്ലേ. ആനോഡ് കാഥോഡ് ഗേറ്റ് കണ്ടോ, ആനോഡും കാഥോഡും ഗേറ്റും കൂടെ വരുന്നത് SCRനകത്താണ് കേട്ടോ. സിലിക്കൺ കൺട്രോൾ റെക്ടിഫയറിനാണ് ആനോഡും കാഥോഡും ഗേറ്റും ഉണ്ടാവുക. ആക്ച്വലി ട്രയാക്കിലും നമ്മൾ ആനോഡ് കാഥോഡ് ഗേറ്റ് എന്നൊക്കെ പറയും, പക്ഷേ മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2 എന്നാണ് അതിനെ പറയുക. ആനോഡിനെയും കാഥോഡിനെയും MT1 MT2 എന്നാണ് നമ്മളവിടെ വിളിക്കുക കേട്ടോ ട്രയാക്കിൽ. ഈ ട്രയാക്ക് എന്താണ്? ഇറ്റ് ഈസ് എ ട്രയോഡ് ഫോർ AC, ഇങ്ങനെയാണ് പറയുക. അപ്പോൾ ട്രയോഡ് ഫോർ AC ആണ്. അപ്പോൾ 3 ടെർമിനൽ ഉണ്ട് എന്ന് ട്രയോഡ് എന്നുകൊണ്ട് മനസ്സിലാക്കി. പിന്നെ ഇത് ബൈ ഡയറക്ഷണൽ ആണ്, അതായത് കറണ്ടിന് എങ്ങനെയൊക്കെ പാസ് ചെയ്യാം, ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ഓക്കെ, ബൈ ഡയറക്ഷണലായിട്ട് അത് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ ട്രയാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് 3 ടെർമിനലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി മറ്റൊരു കാര്യം ഇതിവിടെ പറയാനുള്ളത് 5 ലെയർ ഡിവൈസാണ്. 5 ലെയറുള്ള ഒരു SCR ആണ് ട്രയാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡ് കാഥോഡ് ഗേറ്റ് എന്ന് പറയുന്നത് SCR ആണെന്ന് മനസ്സിലായി. ഇനി എമിറ്റർ ബേസ് 1 ബേസ് 2 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ UJTക്കകത്ത് അങ്ങനെയാണ് വരുന്നത്. എമിറ്റർ ഉണ്ട്, ബേസ് 1 ഉണ്ട്, ബേസ് 2 ഉണ്ട്, UJT ആണത്. ഇനി മെയിൻ ടെർമിനൽ 1, MT1 MT2 ഗേറ്റ് എന്ന് പറയുന്നത് അത് ട്രയാക്കാണ്. ഗേറ്റും എമിറ്ററും കളക്ടറും ഇതാരാണ്? IGBT. അതും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇൻസുലേറ്റഡ് ഗേറ്റ്, ബൈപോളാർ ട്രാൻസിസ്റ്റർ, എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ട്രയാക്ക്? ഇതിൽ ട്രയാക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഇതിൽ ട്രയാക്ക് എന്ന് പറയുന്നത് BT136 ആണ് കേട്ടോ. അപ്പോൾ BT136 ആണ് ഇതിൽ ട്രയാക്ക് എന്ന് പറയുന്നത്. അതിന് വരുന്ന പാക്കേജ് TO220 ആണ്. ഇനി 2N2646 ഏതാണെന്ന് അറിഞ്ഞു വെക്കുക, അതൊരു UJT ആണ്. ഇനി DB3 എന്ന് പറയുന്നത് ഡയാക്കാണ്. TYN640 എന്ന് പറയുന്നത് അതൊരു ജനറൽ പർപ്പസ് SCR ആണ്. ഓക്കെ, അപ്പോൾ ട്രയാക്ക് ഏതാണെന്ന് മനസ്സിലായല്ലോ, BT136 ആണ്. ബാക്കി ഓരോന്നും എന്താണെന്ന് കൂടെ അവിടെ പറഞ്ഞു പോയതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദി ഡയാക്ക് ആക്ട്സ് ഇൻ എ സിമിലർ മാനർ ടു. ഡയാക്ക് എങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 2 ട്രാൻസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് പോലെയാണോ? അല്ല. 2 SCR കണക്റ്റഡ് ഇൻ ആൻറ്റി പാരലൽ പോലെയാണോ? അല്ല. അങ്ങനെ ആക്ട് ചെയ്യുന്ന ആള് ട്രയാക്കാണ് കേട്ടോ. ഇനി 1 ഡയോഡ് ആൻഡ് 2 റെസിസ്റ്റേഴ്സ് ആണ്. ഒരു ഡയോഡും റെസിസ്റ്ററും വരുന്നത് UJTക്കകത്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 2 ഡയോഡ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് പാരലൽ ആണോ? ഇതാണ് കൃത്യമായ ഉത്തരം കേട്ടോ. ഡയാക്ക് എങ്ങനെയാണ്? ഡയാക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാക്കിനെ എങ്ങനെ ഓർത്തു വയ്ക്കുക? ഡയോഡ് ഫോർ AC എന്ന് ഓർത്തു വയ്ക്കുക. ഇത് ഒരു ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള ഡിവൈസാണ്.
അതേപോലെ തന്നെ ഇത് തൈറിസ്റ്റർ ഫാമിലിക്കകത്ത് വരുന്നതാണ്, ബൈ ഡയറക്ഷനിലാണ്. പിന്നെ ഇതിന് 2 ടെർമിനൽസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 ടെർമിനലുകളുടെ പേര് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ടെർമിനൽസ് MT1 എന്നും MT2 എന്നുമാണ്. ഓക്കെ, അതായത് ട്രയാക്കിന് ഗേറ്റ് ഇല്ലാതെ വരുമ്പോൾ അത് ഡയാക്കാണ്, അത്രേ ഉള്ളൂ. മെയിൻ ടെർമിനൽ 1ഉം മെയിൻ ടെർമിനൽ 2ഉം ഉണ്ട് അതിന് ഡയാക്കിനകത്ത്. അപ്പോൾ ഇവിടെ കണ്ടോ 2 ഡയോഡുകൾ ആൻറ്റി പാരലായിട്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ സിമ്പിളും വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഒരു ഡയാക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2 ഡയോഡുകൾ ആൻറ്റി പാരലായിട്ട് വെച്ചിട്ടുള്ളതിനെയാണ് ഇതിനെയാണ് ഒരു ഡയാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ഡയോഡ്സ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് പാരലൽ, അതിനെയാണ് ഡയാക്ക് എന്ന് പറയുന്നത്. റേഷ്യോ ബിറ്റ്വീൻ മിനിമം ഫ്യൂസിങ് കറണ്ട് ആൻഡ് കറണ്ട് റേറ്റിംഗ് ഈസ് ടേംഡ് ആസ്. മിനിമം ഫ്യൂസിങ് കറണ്ട്, അപ്പോൾ ഫ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണത്. അപ്പോൾ അത് റിപ്പിൾ ഫാക്ടർ അല്ല. റിപ്പിൾ ഫാക്ടർ എന്താണെന്ന് നമുക്കറിയാം. അതെന്താണ്, എത്രത്തോളം AC ഉണ്ടോ ഒരു ഔട്ട്പുട്ടിൽ, അത് ഡിവൈഡഡ് ബൈ VDC ആണ്. അപ്പോൾ VAC/VDC ആണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. എത്രത്തോളം റിപ്പിൾ കണ്ടന്റ് ഉണ്ടെന്ന്, അതായത് ഇപ്പോൾ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് വരുമ്പോൾ എത്രത്തോളം റിപ്പിൾ കണ്ടന്റ് ഉണ്ടെന്നാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഇനി കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറയുന്ന, കട്ട് ഓഫ് കറണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. ഫ്യൂസിൽ കട്ട് ഓഫ് കറണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇനി ഫ്യൂസിങ് ഫാക്ടർ ആണോ ഇതെന്ന് ചോദിച്ചാൽ അതെ, ഫ്യൂസിങ് ഫാക്ടറാണ് ഇത്. മിനിമം ഫ്യൂസിങ് കറണ്ടിൻ്റെയും കറണ്ട് റേറ്റിംഗിൻ്റെയും കൂടെ റേഷ്യോ എന്ന് പറയുന്നത് ഫ്യൂസിങ് ഫാക്ടറാണ്. ഇനി ഫോം ഫാക്ടർ എന്ന് പറയുന്ന ആരാണ്? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. VRMS ഡിവൈഡഡ് ബൈ VAVG എന്ന് പറയുന്ന സംഭവമാണ് ഈ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് MCB ഈസ് ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് സർക്യൂട്ട്സ് വിത്ത് ഇൻഡക്റ്റീവ് ലോഡ്? ഇൻഡക്റ്റീവ് ലോഡിന് പറ്റിയ MCB ഏതാണെന്നാണ് ചോദിക്കുന്നത്. MCB എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. നമ്മുടെയൊക്കെ വീട്ടിലുള്ളൊരു സാധനമാണ്. അതിൻ്റെ പിക്ചർ ഞാൻ അടുത്ത ചോദ്യത്തിൽ കാണിച്ചു തരാം കേട്ടോ. MCBക്കകത്ത് L സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റീവ് ആയിട്ടുള്ള MCB ആണെന്ന് മനസ്സിലാക്കുക. G സീരീസ് ആണ് സത്യത്തിൽ നമ്മൾ ഇൻഡക്റ്റീവ് ലോഡുകൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ G സീരീസ് MCB ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക? ഇൻഡക്റ്റീവ് ലോഡുകൾക്ക് ഉപയോഗിക്കുക. ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ എന്താണ്? മോട്ടർ ഉപയോഗിക്കുന്ന എല്ലാ മെഷീനുകളും ഇൻഡക്റ്റീവ് ലോഡിൽ പെടും. ഓക്കെ, അതേപോലെ AC, അതൊക്കെ അതിലൊക്കെ മോട്ടർ ഉണ്ടല്ലോ. അപ്പോൾ ഇൻഡക്റ്റീവ് മോട്ടോഴ്സ് ആയിരിക്കും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ G സീരീസ് MCB കൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി റെസിസ്റ്റീവ് ആയിട്ടുള്ള ലോഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഹീറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഓവനുകൾ, ഹീറ്റിംഗ് എക്യുപ്മെൻറ്റ്, അതൊക്കെയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് വരിക കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് ELCB? ELCB എന്താണെന്നാണ് ചോദ്യം. നമുക്ക് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ് ELCB. ഒരു മിനിറ്റ്, ELCBയും MCBയും കണ്ടോ, ഇതാണ് വ്യത്യാസം. MCB ഇതാണ് നമ്മളിപ്പോൾ കോമൺലി ഉപയോഗിക്കുന്നത്. ELCB എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. MCB ആണ് നമ്മളിപ്പോൾ കോമൺലി ആയിട്ട് ഉപയോഗിച്ച് വരുന്നതെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, എ ഡിവൈസ് വിച്ച് ഓപ്പൺസ് ഓർ ക്ലോസസ് ആൻ ഓക്സിലറി സർക്യൂട്ട് അണ്ടർ പ്രീ ഡിറ്റർമിൻഡ് കണ്ടീഷൻ ഇൻ ദി മെയിൻ സർക്യൂട്ട്. അതായത് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന സാധനം, അതായത് സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്ന സാധനം. റെസിസ്റ്റർ എന്തായാലും അല്ല, കപ്പാസിറ്ററും അല്ല, ഫ്യൂസും അല്ല. ഫ്യൂസ് അങ്ങനെ ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുകയൊന്നും അല്ല ചെയ്യുക. അതൊരു കറണ്ടിൻ്റെ മുകളിലേക്ക്, റേറ്റിങ്ങിനേക്കാളും മുകളിൽ വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് കത്തി പോവാണ് ചെയ്യുക. റിലേ ആണ് ഉത്തരം. സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്നത് റിലേ ആണ് സർക്യൂട്ടിനകത്ത്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് DC മോട്ടർ ഹാസ് 2 ഫീൽഡ് കോയിൽസ്? 2 ഫീൽഡ് കോയിൽ ഉണ്ട്. ഒരെണ്ണം വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് ആർമേച്ചർ സീരീസ് ആൻഡ് അതർ ഇസ് കണക്റ്റഡ് പാരലൽ വിത്ത് ദി ആർമേച്ചർ. സീരീസ് മോട്ടർ അല്ല, അതിന് 2 എണ്ണം ഇല്ല. ഷണ്ട് മോട്ടർ അല്ല, കോമ്പൗണ്ട് മോട്ടറാണ്. ഓക്കെ, ഇനി ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എന്താണ്? അത് AC മോട്ടറാണ്. ഇതൊക്കെ DC മോട്ടോഴ്സാണ്. സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട് ഒക്കെ DC മോട്ടോഴ്സാണ്. ഇൻഡക്ഷൻ മോട്ടർ ഒരു AC മോട്ടറാണ്. നമുക്ക് ഫിഗർ നോക്കി നോക്കാം. നോക്കൂ, സീരീസ് വൂണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതായത് ഫീൽഡും, ഇതാണ് ഫീൽഡ്, ഇതാണ് ആർമേച്ചർ. ഫീൽഡും ആർമേച്ചറും കൂടെ സീരീസിൽ വന്ന സീരീസ് ആയിട്ടുള്ള മോട്ടറാണ്. ഫീൽഡും ആർമേച്ചറും കൂടെ പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഷണ്ട് മോട്ടറാണ്. ഇനി കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ 2 ഫീൽഡുകൾ ഉണ്ടാവും. അതായത് ഒരു സീരീസ് ഫീൽഡും ഉണ്ടാവും, ഷണ്ട് ഫീൽഡും ഉണ്ടാവും. സീരീസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും. ഷണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചറിന് പാരലൽ ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ കോമ്പൗണ്ട് മോട്ടറിനകത്താണ് ഇത് രണ്ടും കൂടെ ഉണ്ടാവുക. അടുത്ത ചോദ്യം, for 100% AM modulation, calculate the power transmitted by carrier signal if total power is 6000 watt.
അപ്പോൾ 100% എ മോഡുലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോർമുല നോക്കാം. ടോട്ടൽ പവർ ഇൻ എ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവർ ഇൻ കാരിയർ ഇൻറ്റു 1+m²/2, പി സി ഇൻറ്റു 1+m²/2. നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ പി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ പവർ എന്ന് പറയുന്നത് 6000 വാട്ട് തന്നിട്ടുണ്ട്. പി സി ഇൻറ്റു 1+m എന്ന് പറയുന്നത് എന്താണ്? 100% എ മോഡുലേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ 1/2, 1² എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ പി സി ഇൻറ്റു 1+1/2 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ 6000 ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു പി സി, അല്ലെങ്കിൽ 12,000, അതായത് 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ, 12,000 ഡിവൈഡഡ് ബൈ 3 താഴേക്കും കൊണ്ടുവന്നു, ഈക്വൽ ടു പി സി. അതായത് എത്രയാണ്? 4000 വാട്ടാണ് കാരിയർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.